നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പദമഴയെ കുറിച്ചാണ്. ഫോം റെയിൻ. തൃശ്ശൂർ പ്രദേശങ്ങളിൽ ഇന്നലെ ഫോം റെയിൻ ഉണ്ടായെന്ന് പറഞ്ഞ നിങ്ങൾ ന്യൂസുകളോട് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. വീഡിയോ കിടക്കുന്ന മുമ്പ് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബ്ലേസ്. ഞാൻ വാട്ടർ ക്വാളിറ്റി റിസർച്ചറാണ്. അപ്പോൾ എന്താണ് ഫോം റെയിൻ നോക്കാം. അതായത് നോർമൽ രീതിയിൽ നമ്മൾ സ്കൂളുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. നോർമൽ രീതിയിൽ നമ്മൾ വെള്ളത്തിന് യാതൊരുവിധ നിറമോ മണമോ ഉണ്ടായിരിക്കില്ല. വെള്ളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നിറമോ മണമോ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കണ്ടാമിനന്റ് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ പറഞ്ഞു കേട്ടു, ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഈ പത വരുന്നതിനൊക്കെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ വളരെ വളരെ സില്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെയല്ല. വെള്ളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നിറമോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ സ്വാഭാവികമായിട്ട് അവസ്ഥകൾക്ക് മാറ്റം വന്ന് വെള്ളം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ കണ്ടാമിനേഷൻ എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വെള്ളത്തിലേക്ക് ചെറിയൊരു ലെവലിലാണ് കണ്ടാമിനേഷൻ എത്തിയതെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറച്ചും കൂടി ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് വലിയൊരു ടാങ്കിലാണ് ഒരു 1000 ലിറ്ററിന്റെ ടാങ്ക് സങ്കല്പിക്കുക. 1000 ലിറ്ററിന്റെ ടാങ്കിലേക്ക് നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്ക് ഒരു മാറ്റവും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ 1000 ലിറ്റർ ടാങ്കിലേക്ക് 5 കിലോയാണ് പഞ്ചസാര, തീർച്ചയായിട്ടും അത് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ കണ്ടാമിനേഷന്റെ ലെവല് കൂടുമ്പോൾ മാത്രമാണ് ടെസ്റ്റ് ചെയ്തറിയാൻ പറ്റും. ടെസ്റ്റ് ചെയ്യാതെ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ വെള്ളം അസ്വാഭാവികമായ രീതിയിൽ പതഞ്ഞ് പൊന്തിയിട്ടുണ്ടെങ്കിൽ ഹെവി രീതിയിലുള്ള കണ്ടാമിനേഷൻ എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ടും മരത്തിൽ നിന്ന് വരുന്ന ഡിസ്ചാർജുകളോ റെസിൻസുകളോ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഇന്റൻസിറ്റിയിൽ ഇത്രയും വൈഡ് ഏരിയയിൽ അത് സംഭവിക്കില്ല. അപ്പോൾ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അമ്മാടം വെങ്ങിനിശ്ശേരിയൊക്കെ കുറച്ച് സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ നിയർ ബൈ ഏരിയയിൽ ഒല്ലൂർ ആ ഭാഗത്തൊക്കെ ഒരുപാട് സ്വർണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇൻഡസ്ട്രികൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് അവിടെ നിന്നുള്ള വേസ്റ്റുകൾ എങ്ങോട്ടാണ് പോകുന്നത്, അതിന് ഡിസ്ചാർജ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാത്ത രീതിയിലാണ് ഈ വലിയ രീതിയിലുള്ള കണ്ടാമിനേഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകളും ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വെള്ളത്തിലേക്ക് ഒരു കണ്ടാമിനേഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയണമെങ്കിൽ വലിയ രീതിയിൽ അത് എത്തണം. അതായത് എന്നാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പതൊക്കെ എടുത്ത് നമ്മൾ കളിക്കുന്നതായിട്ട് കണ്ടു. കുട്ടികളൊക്കെ ഒരുപാട് എടുത്ത് കളിക്കുന്നു, അല്ലെങ്കിൽ പറന്നു പോകുന്ന ഒരു കൗതുകത്തിന് ഹായ് പറന്നു പോകുന്നു, പത പറന്നു പോകുന്നു. നമ്മൾ സോപ്പിന്റെ പത പറന്നു പോകുന്നതും കണക്കാക്കാൻ പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ സാധാരണ രീതിയിൽ ഈ വെള്ളം പതഞ്ഞുന്ന നദികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് കണ്ടാമിനേഷൻ തമിഴ്നാട് പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ നദികൾ, പ്രത്യേകിച്ച് തുണി മില്ലുമായി ബന്ധപ്പെട്ട് നിയർ ബൈ പ്രദേശങ്ങളിലൊക്കെ സ്ഥിതി ചെയ്യുന്ന നദികളിൽ വെള്ളം ഇങ്ങനെ പതഞ്ഞു പൊന്നുന്നുണ്ട്. അതായത് തുണി ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന റിജക്ഷൻ വാട്ടർ നദിയിലേക്ക് മിക്സ് ആയി കണ്ടാമിനേഷൻ ആയി ഹെവി മെറ്റൽസിന്റെ ഒക്കെ പ്രസൻസ് കൊണ്ടാണ് അത് പതഞ്ഞു പോകുന്നത്. അതിനൊക്കെ റിസർച്ച് ആർട്ടുകളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വെള്ളം പതഞ്ഞ് പൊന്തുണ്ടെങ്കിൽ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കണ്ടാമിനന്റ് വെള്ളത്തിലേക്ക് എത്തി എന്ന് വേണം നമ്മൾ അനുമാനിക്കാം. തുടർച്ചയായി അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും ഗൗരവപൂർണ്ണമായിട്ട് ആ വിഷയം എടുക്കണം. അപ്പോൾ സാധാരണ കുട്ടികളൊക്കെ ഇന്ന് രാവിലെ ഞാൻ കണ്ടു വീഡിയോസൊക്കെ ബക്കറ്റിൽ വെള്ളം പതയുന്ന വീഡിയോ എടുത്ത് ഒക്കെ ഇടുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടാമിനേഷൻ ആണെങ്കിൽ കൃത്യമായിട്ട് ഇത് പരിശോധിച്ച് യാതൊരുവിധ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ വെള്ളമൊക്കെ ഉപയോഗിക്കാൻ. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള പഠന വിധേയമാക്കണം. അത് വളരെ സില്ലി അല്ലെങ്കിൽ വളരെ ഒരു നാച്ചുറൽ ഫിനോമിനെ പോലെ നമ്മൾ എടുക്കരുത്. കാരണം ഞാനൊരു 10 വർഷത്തിൽ കൂടുതലായി തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ വാട്ടർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടാമിനേഷൻ വെള്ളത്തിന്റെ ക്വാളിറ്റി നമുക്കറിയാം മോശമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഹെവി രീതിയിലുള്ള കണ്ടാമിനന്റ് ആയിട്ടുള്ള വെള്ളങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. മരത്തിന്റെ ഡിസ്ചാർജുകൾ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഹെവി ഇന്റൻസിറ്റിയിൽ കാണിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. ഇങ്ങനെ കാണിക്കാൻ ഇത്ര ഇന്റൻസിറ്റിയിൽ വരാനുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടാമിനേഷൻ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി വാട്ടർ സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് വേണം മാത്രം മനസ്സിലാക്കാൻ. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.